ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന സിക്സ്ത് സെമ്മിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിൻ്റെ 1ാമത്തെ ഭാഗം ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അത് 2ാമത്തെ ഭാഗമാണ്. ഈ മൊഡ്യൂളിൻ്റെ 2ാമത്തെ ഭാഗം ഇൻ്റർനാഷണൽ ടെററിസം, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ടെററിസം, എ ക്രിറ്റിക്കൽ അനാലിസിസ്. ഈ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആഗോള തീവ്രവാദം, ഭരണകൂട ഭീകരത എന്നിവയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാക്കുന്ന വെല്ലുവിളികളെയാണ് വളരെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. എന്താണ് ആഗോള തീവ്രവാദം, ഇൻ്റർനാഷണൽ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയപരമോ മതപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അക്രമം, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗം എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. തീവ്രവാദത്തിന് പുരാതന ചരിത്രത്തിൽ തന്നെ വേരുകളുണ്ട്. എന്നിരുന്നാലും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനു ശേഷവും അങ്ങനെ ഈ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിനും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനും ശേഷമാണ് അതിനുശേഷമായ കാലഘട്ടത്താണ് തീവ്രവാദത്തിന് ഇങ്ങനെ ആഗോള സ്വാധീനം ലഭിച്ചത്. ഈ ആഗോള സ്വാധീനം 20ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തിന് ശേഷമാണ് ലഭിക്കുന്നത്. പക്ഷേ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണം, അതിന് നേരെ ഉണ്ടായിരുന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ ഉണ്ടായിരുന്ന ആക്രമണം തീവ്രവാദത്തിന് ഒരു പുതിയ ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തിയത്. തീവ്രവാദത്തിൻ്റെ പുതിയൊരു ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തിയത്. അത് തീവ്രവാദത്തിൽ നിന്ന് ഭീകരതയിലേക്ക്, ഭീകരപ്രവർത്തനത്തിലേക്ക്, ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വാധീനത്തിൻ്റെ തെളിവായിട്ട് മാറിയതാണ് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടത്. അതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. അമേരിക്കയിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് ഈ വിമാനങ്ങൾ പറത്തിക്കൊണ്ട്, വിമാനങ്ങൾ അമേരിക്കയുടെ തന്നെ റാഞ്ചിക്കൊണ്ട് അത് നേരെ ട്രേഡ് സെൻറ്ററിലേക്ക് തന്നെ ഇടിച്ചു കയറ്റുന്നു. പെൻറ്റഗണിലേക്ക് മറ്റൊരു വിമാനത്തെ അയക്കുന്നു. അങ്ങനെ വളരെ വായുവിൽ നിന്ന് തന്നെ വിമാനത്തെ റാഞ്ചുന്നു. ആ വിമാനം കൊണ്ട് തന്നെ ട്രേഡ് സെൻറ്ററുകളെ ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെ വളരെ ഭീകരമായ പ്രവർത്തനങ്ങൾ, നിരവധി മനുഷ്യർ മരിക്കുന്നു. ഇത് 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായി. ഇതോടുകൂടി ആഗോള തീവ്രവാദത്തിൻ്റെ ഭീകരമുഖമാണ്, ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ മുഖമാണ് 21ാം നൂറ്റാണ്ടിൽ കണ്ടത്. അപ്പോൾ ഇതാണ് തീവ്രവാദം, അന്താരാഷ്ട്ര തീവ്രവാദം എന്ന് പറയുന്നത് ഇതാണ്. ആഗോള തീവ്രവാദം എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ടെററിസം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ആഗോള തീവ്രവാദത്തിൻ്റെ, ആഗോള ഭീകരതയുടെ സ്വഭാവമാണ് നമ്മൾ നോക്കുന്നത്. ദേശീയ ഭരണകൂടത്തെയും അതിലെ സിവിലിയന്മാരെയും ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങളാണ് തീവ്രവാദത്തിൻ്റെ പ്രവർത്തനം. ദേശീയ ഭരണകൂടം, ദേശരാഷ്ട്രങ്ങളുടെ സർക്കാരുകൾ, ആ സർക്കാരുകൾ, അവരുടെ അധികാരങ്ങൾ, അവരുടെ സൈനികർ, ഇതിനെതിരെയും അവിടെയുള്ള സാധാരണപ്പെട്ട പൗരന്മാർക്കും നേരെ അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. അവർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു, ബന്ദികളാക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, കൂട്ടക്കൊലകൾ നടത്തുന്നു, സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള വിവിധ ആക്രമണ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദേശരാഷ്ട്രങ്ങളിലെ സർക്കാരിനും അവിടെയുള്ള സാധാരണപ്പെട്ട പൗരന്മാർക്കും നേരെ അവർ പ്രയോഗിക്കുന്നത് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളാണ്. ഭയം, അനിശ്ചിതത്വം, അതേപോലെ അരാജകത്വം എന്നിവയാണ് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ആഗോള തീവ്രവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ മറ്റൊരു തീവ്രപ്രവർത്തനമാണ് സ്റ്റേറ്റ് ടെററിസം. ഇതും സമകാലിക ലോക രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. സ്റ്റേറ്റ് ടെററിസം, ഭരണകൂട ഭീകരത. നമ്മൾ നേരത്തെ ആഗോള തീവ്രവാദം പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് ഭരണകൂട ഭീകരതയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആഗോള തീവ്രവാദമാണ്. ഇനി നമ്മൾ പറയുന്നത് ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. ഭരണകൂട ഭീകരത എന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നതിനോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനോ വേണ്ടി ഭരണകൂടങ്ങൾ നടത്തുന്ന അക്രമവും ബലപ്രയോഗവുമാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലുള്ള ജനങ്ങളെ, നാട്ടിലുള്ള പൗരന്മാരെയൊക്കെ
അവിടെയുള്ള ഭരണകൂടം തന്നെ ആക്രമിക്കുക, അവർക്ക് നേരെ ക്രൂരമായ ബലപ്രയോഗങ്ങൾ നടത്തുക, അതിനെയാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത, ഭരണകൂടം തന്നെ കലാപത്തിന് നേതൃത്വം നൽകുക, കലാപത്തെ ആസൂത്രണം ചെയ്യുക, ഇതൊക്കെയാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഭരണകൂടം സ്പോൺസർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാട്ടിൽ കലാപം ഉണ്ടാവുക എന്നത്, ആ കലാപത്തെ അടിച്ചമർത്തുക എന്നത്, കലാപത്തെ ഇല്ലാതാക്കുക എന്നത്, ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ നിമിഷം ആ കലാപത്തെ നിയന്ത്രിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യുന്ന കലാപമാണെങ്കിലോ അത് അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്യുന്ന കലാപമാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ കലാപം നമുക്കിതിൻ്റെ ഉദാഹരണമാക്കിയെടുക്കാം. ഗുജറാത്തിലെ കലാപം ദിവസങ്ങളോളം അവിടെ നടന്നിട്ടും അവിടെയുള്ള ഭരണകൂടം അതിൽ തിരിഞ്ഞു നോക്കുകയോ, ഭരണകൂടത്തിൻ്റെ സംവിധാനം തന്നെ, പോലീസ് അടക്കമുള്ള സംവിധാനം തന്നെ ഇതിൻ്റെ ഭാഗമാവുകയോ ചെയ്തു. അതല്ലാതെ അത് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന രീതിയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നു. അപ്പോൾ ഇത് ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്യുന്ന കലാപമാണ്. അതൊരു ജനവിഭാഗത്തിന് നേരെ ഉണ്ടായ കലാപമായിരുന്നു. അതേ സമയത്ത് ഇതുപോലുള്ള സാധാരണപ്പെട്ട ജനവിഭാഗത്തിന് നേരെ, ഈ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെ നിരവധിയായിട്ടുള്ള കലാപങ്ങൾ, അക്രമങ്ങൾ സ്റ്റേറ്റ് തന്നെ സ്പോൺസർ ചെയ്ത് നടത്തുന്നതിനെയാണ് സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, സ്റ്റേറ്റ് ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത, ഭരണകൂടം കലാപത്തിന് ആസൂത്രണം ചെയ്യുക, ഭരണകൂടം തന്നെ കലാപത്തിന് ആസൂത്രണം ചെയ്യുക, ഭരണകൂടത്തിൻ്റെ ലംഘന പ്രവർത്തനങ്ങൾ നടക്കുക എന്നിവ ഉൾപ്പെടെയുള്ള രൂപങ്ങൾ ഈ സ്റ്റേറ്റ് ടെററിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദേശീയ സുരക്ഷാ നടപടികൾ എന്ന നിലയിൽ ഭരണകൂടങ്ങൾ അത്തരം നടപടികളെ ന്യായീകരിക്കുന്നു. അവർ ഈ സ്റ്റേറ്റ് ടെററിസം നടത്തിക്കൊണ്ട്, അവർ ഭരണകൂട ഭീകരത പ്രവർത്തിച്ചുകൊണ്ട്, അവർ ജനങ്ങളുടെ മുകളിൽ കുതിര കയറിക്കൊണ്ട്, അവരുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്തായിരിക്കും? ഇത് ദേശസുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആക്രമിച്ചത് എന്നാണ്. പക്ഷേ ആ ന്യായീകരണത്തിലൂടെ അവർ ബലപ്രയോഗത്തിലൂടെ അവർ ചെയ്യുന്നത് അവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ പൗരാവകാശങ്ങളെ മുഴുവനും റദ്ദ് ചെയ്തുകൊണ്ട്, അവർക്ക് നേരെയുള്ള എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട്, അവർക്ക് നേരെ അവരുടെ ജീവിതത്തെ തന്നെ ഹോമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അവർ കണ്ടെത്തുന്ന മറുപടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ദേശസുരക്ഷയുടെ ഭാഗമാണ് എന്നാണ്. അപ്പോൾ എന്തായാലും ദേശസുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന് മുകളിലേക്ക് അടിച്ചു കയറുന്നതിനെയാണ് സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനത്തെ, ജനങ്ങളുടെ മുകളിലേക്ക് നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ, അടിച്ചമർത്തലുകളെ, അക്രമങ്ങളെ, ബലപ്രയോഗങ്ങളെയൊക്കെയാണ് സ്റ്റേറ്റ് ടെററിസം എന്ന് പറയുന്നത്. ഇനി എല്ലാത്തരം ഭീകരതയുടെയും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ ടെററിസത്തിൻ്റെയും ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ് ടെററിസത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മാനുഷിക പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അന്താരാഷ്ട്ര ഭീകരതയും ഭരണകൂട ഭീകരതയും ഉയർത്തുന്ന മാനുഷിക പ്രത്യാഘാതങ്ങൾ വലിയ അളവിലുള്ളതാണ്. ഒന്നാമതായിട്ട് ജീവഹാനി, പരിക്കുകൾ, ആഘാതം എന്നിവ സാധാരണ സിവിലിയന്മാർക്ക് നേരെ ഉണ്ടാകുന്നു. ഇതിലൂടെ നിരവധിയായ സാധാരണപ്പെട്ട ജനവിഭാഗം മനുഷ്യർ അവരുടെ ജീവൻ ഹോമിക്കപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഭീകരത ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിലൂടെ കുടിയൊഴിക്കപ്പെട്ട ജനങ്ങളും പലായനം ചെയ്യപ്പെടുന്ന അഭയാർത്ഥികളും ഉണ്ടാവുന്നു. അങ്ങനെ ഭീകരത ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെയുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ അഭയാർത്ഥികളും പലായനം ചെയ്യപ്പെടുന്ന സാധാരണപ്പെട്ട ആളുകളെ കുടിയൊഴിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ അഭയാർത്ഥികളാക്കി മാറ്റുന്നു. മറ്റൊന്ന്, ഭീകരത മാനുഷിക സഹായ വിതരണത്തെയും തടസ്സപ്പെടുത്തുകയും സംഘർഷബാധിത പ്രദേശങ്ങളിലെ ദുർബലരായ ജനവിഭാഗങ്ങൾക്കുള്ള സഹായത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ മാനുഷിക പ്രവർത്തനം നടത്താൻ പോകുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ പോലും പ്രവർത്തിക്കുന്നു.
അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭീകരപ്രവർത്തനത്തിൻ്റെ വളരെ മനുഷ്യത്വത്തിന് നേരെയുള്ള പ്രത്യാഘാതങ്ങളാണ്. അതുപോലെ ആ പ്രദേശങ്ങളിൽ ദാരിദ്ര്യമുണ്ടാവും, അസമത്വമുണ്ടാവും തുടങ്ങിയ ആഗോള വെല്ലുവിളികളും ഭീകരത ഉണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങൾ ദുർബലരായ സമൂഹങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ഇനി തീവ്രവാദത്തെ എങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുക, തീവ്രവാദ വിരുദ്ധ തന്ത്രങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. തീവ്രവാദത്തെ നേരിടുന്നതിന് ആഗോളതലത്തിൽ സൈനിക സഖ്യങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായി സൈനിക സഖ്യങ്ങൾ ഉണ്ടാവണം, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം, നയതന്ത്ര ആലോചനകൾ, തീവ്രവാദം എങ്ങനെ പ്രതിരോധിക്കാമെന്ന് രാഷ്ട്ര നേതാക്കൾ കൂടിയിരുന്നു കൊണ്ടുള്ള നയതന്ത്ര ആലോചനകൾ ഉണ്ടാവണം, നിയമ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിനകത്ത് ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവണം എന്നിവ ഉൾപ്പെടെ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടണം. അതുമാത്രമല്ല സ്റ്റേറ്റ് ടെററിസം, അവിടെയുള്ള മനുഷ്യരെ എന്തിൻ്റെയെങ്കിലും പേരിൽ അവരുടെ മൗലികാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ അതിൽ എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ അത് മനുഷ്യരുടെ ആത്മാഭിമാനത്തെയും മനുഷ്യരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയെടുക്കണം. അങ്ങനെ കൂടുതൽ ശക്തമായി തുടരുന്ന ആഗോളതലത്തിലെ തീവ്രവാദത്തെ, അതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആക്രമണങ്ങളെയൊക്കെ നേരിടുന്നതിന് ക്രിയാത്മകമായ സംവിധാനമായിട്ട് ലോകരാഷ്ട്രീയം പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യജീവനുകൾ വിലയുണ്ടാവുകയുള്ളൂ എന്നതാണ്. അല്ലാത്ത പക്ഷം അത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുക തന്നെ, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ തീവ്രവാദവും സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.